എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അധ്യായം 51 മാമല്ലപുരം. വായനക്കാർക്ക് സുപരിചിതമായ മാമല്ലപുരത്തേക്ക് നാം വീണ്ടും കടന്നു ചെല്ലുകയാണ്. മഹേന്ദ്ര പല്ലവനും മാമല്ല നരസിംഹനും ഈ നഗരത്തെ ഒരു സ്വപ്നപുരിയാക്കി മാറ്റിയിട്ട് 300 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പഴയ ആ പ്രതാപം ഇപ്പോൾ അല്പം മങ്ങിയിരിക്കുന്നു. പണ്ട് വലിയ കപ്പലുകൾ വന്ന് നിരന്നിരുന്ന ആഴമേറിയ കനാലുകളിൽ ഇപ്പോൾ മണലടിഞ്ഞു കൂടിയിരിക്കുന്നു. കപ്പലുകൾ ദൂരക്കടലിൽ നങ്കൂരമിടുകയും ചെറിയ വള്ളങ്ങൾ വഴി സാധനങ്ങൾ കരക്കെത്തിക്കുകയും ചെയ്യുന്നു. എങ്കിലും സമുദ്ര രാജാവിന്റെ കിരീടത്തിലെ രത്നം പോലെ കടൽക്കരയിലെ ശില്പക്ഷേത്രം ഇന്നും തിളങ്ങി നിൽക്കുന്നു. നഗരമധ്യത്തിൽ പരമേശ്വര പല്ലവൻ പണി കഴിപ്പിച്ച വിണ്ണകര കോവിലും അവിടെയുണ്ട്. പല്ലവ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ ശക്തി ക്ഷയിച്ചെങ്കിലും അവർ കല്ലുകളിൽ തീർത്ത ആ വിസ്മയങ്ങൾ ഇന്നും പുതുതായി നിലകൊള്ളുന്നു. മാമല്ലപുരത്തെ മൺവീഥികളിലൂടെ സ്വർണത്തകിട് പതിപ്പിച്ച ഇരട്ട കുതിരകളെ കെട്ടിയ ഒരു മനോഹര രഥം നീങ്ങുന്നു. അതിൽ 3 പ്രമുഖന്മാർ. 1 ചോള യുവരാജാവ് ആദിത്യ കരികാലൻ. 2 കരികാലന്റെ മുത്തച്ഛൻ തിരുക്കോവലൂർ മലയമാൻ. 3 കരികാലന്റെ വിശ്വസ്ത സുഹൃത്ത് പാർത്ഥിപേന്ദ്ര പല്ലവൻ. രഥം ശില്പങ്ങൾക്കിടയിലൂടെ നീങ്ങുമ്പോൾ ആദിത്യ കരികാലൻ തന്റെ ഉള്ളിലെ കനൽ പുറത്തുവിട്ടു. മുത്തച്ഛ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത്? തഞ്ചാവൂരിൽ നിന്ന് വന്ന വാർത്തകൾ നിങ്ങൾ അറിഞ്ഞില്ലേ? ആ പഴുവേട്ടരയർക്ക് എത്ര വലിയ ധിക്കാരമാണ്! ഞാൻ അയച്ച ദൂതനെ, വന്ധ്യദേവനെ, അവർ ഒറ്റുകാരനെന്ന് മുദ്ര കുത്തിയിരിക്കുന്നു. അവനെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? കുമാര, ക്ഷമിക്കൂ. പഴുവേട്ടരയർ ചോല സാമ്രാജ്യത്തിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ചക്രവർത്തിയോടുള്ള കൂറിൽ സംശയമില്ല. അപരിചിതനായ ആ യുവാവിനെ അവർ സംശയിച്ചതിൽ അത്ഭുതവുമില്ല. കൂറോ? അതോ അധികാരം പിടിച്ചെടുക്കാനുള്ള തന്ത്രമോ? എന്റെ പിതാവ് ചക്രവർത്തി സുന്ദര ചോഴൻ ഇന്ന് അവരുടെ തടവിലാണെന്ന് എനിക്കുറപ്പാണ്. കൊട്ടാരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും പുറം ലോകം അറിയുന്നില്ല. വന്ധ്യദേവൻ ബുദ്ധിമാനായതുകൊണ്ട് മാത്രം എന്റെ ഓല പിതാവിന്റെ കൈകളിൽ എത്തിച്ചു. ഇല്ലെങ്കിൽ അവർ അതും തടയുമായിരുന്നു. യുവരാജാവേ, അങ്ങ് പറയുന്നത് ശരിയാണ്. ആ വന്ധ്യദേവനെ എനിക്ക് അത്ര വിശ്വാസമില്ലെങ്കിലും പഴുവേട്ടരയർ മറ്റു നാട്ടുരാജാക്കന്മാരെ സംഘടിപ്പിക്കുന്നത് അങ്ങേക്കെതിരെ തന്നെയാണ്. അവർ മധുരാന്തകനെ സിംഹാസനത്തിലിരുത്താൻ ഗൂഢാലോചന നടത്തുകയാണ്. അവർ ആരെ വേണമെങ്കിലും വാഴിക്കട്ടെ, പക്ഷേ എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവർ ആരെ വേണമെങ്കിലും വാഴിക്കട്ടെ, പക്ഷേ എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കാൻ ഞാൻ അനുവദിക്കില്ല. മുത്തച്ഛ, എനിക്ക് ഒരു വലിയ സൈന്യത്തെ സംഘടിപ്പിച്ച് നേരെ തഞ്ചാവൂരിലേക്ക് പോയാലോ എന്ന് തോന്നുന്നു. അവിടുന്ന് ചക്രവർത്തിയെ മോചിപ്പിച്ച് നമ്മുടെ ഈ പുതിയ തലസ്ഥാനമായ കാഞ്ചിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കാണാം ഈ കപടഭക്തരുടെ കളി. കരികാല, ആവേശം വിവേകത്തെ മറക്കരുത്. നമ്മളിപ്പോൾ വടക്ക് രാഷ്ട്രകൂടമായുള്ള യുദ്ധത്തിന്റെ പകുതിയിലാണ്. ആഭ്യന്തര കലഹം ചോളനാടിനെ തകർക്കും. എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം നൽകുന്ന ഒന്നും ബാക്കിയില്ല മുത്തച്ഛ. യുദ്ധക്കളത്തിൽ ചോര ഒഴുകുമ്പോൾ മാത്രമാണ് എനിക്ക് ആശ്വാസം ലഭിക്കുന്നത്. ഈ കൊട്ടാര രാഷ്ട്രീയവും തഞ്ചാവൂരിലെ ചതിക്കുഴികളും എനിക്ക് മടുത്തു. എങ്കിലും എന്റെ അനുജൻ അരുൾമൊഴിവർമ്മനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഞാൻ അനുവദിക്കില്ല. ലങ്കയിൽ നിന്ന് അവൻ മടങ്ങി വരുമ്പോൾ അവനെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. മാമല്ലപുരത്തെ തിരമാലകൾ കരയിൽ വന്നടിക്കുമ്പോൾ ആദിത്യ കരികാലന്റെ ഹൃദയത്തിലും അത്ര തന്നെ വലിയ തിരമാലകൾ ആഞ്ഞടിക്കുകയായിരുന്നു. ചോല സാമ്രാജ്യത്തിന്റെ അധിപനാകേണ്ട ഒരു വീരൻ തന്റെ കുടുംബത്തിലെ ഗൂഢാലോചനകളിൽപ്പെട്ട് ഉഴലുന്ന കാഴ്ചയാണ് കൽക്കി ഈ അധ്യായത്തിൽ നമുക്ക് കാട്ടിത്തരുന്നത്. മാമല്ലപുരത്തെ ശില്പങ്ങൾ പോലെ നിശബ്ദനായിരിക്കാൻ ആ വീരഹൃദയത്തിന് കഴിയില്ലായിരുന്നു.